സ്വഹാബികൾ ദീനാറിനും ദിർഹമിനുമല്ല പ്രാധാന്യം നൽകിയത്, വഖ്ത്, ടൈം. കാരണം ആ ടൈം എന്ന് പറഞ്ഞാൽ മൂലധനമാണ്, ലാഭമുണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് സമയമെന്ന് പറയുന്നത്. ആ സമയത്തെ നാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളത് സൂര്യൻ അസ്തമിച്ച ആ ദിവസത്തെ ഓർത്താണ്. അന്നെൻ്റെ അജലിൽ നിന്ന് ഒരു ദിവസം കഴിഞ്ഞുപോയി, എന്നാൽ അമലിൽ നിന്ന് പുതുതായൊന്നും ചെയ്യാനും പറ്റിയില്ല, പുതിയൊരമലും ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ആയുസ് പോവുകയും ചെയ്തു. അതിനേക്കാൾ സങ്കടമുള്ളൊരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുറ്റിലും ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, സ്വാഭാവികമായും നമ്മുടെ സബറിൻ്റെ, നമ്മുടെ ക്ഷമയുടെ, നമ്മുടെ ഇൽമിൻ്റെ, നമ്മുടെ ഹിക്മത്തിൻ്റെ അഭാവം അനുസരിച്ച് നാം ഇതിലൊക്കെ ശ്രദ്ധിക്കാതെ പോവുകയും സമൂഹത്തിൻ്റെ കൂടെ തന്നെ നമ്മളും ചേർന്ന് പോവുകയും ചുറ്റിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മെ സാരമായി ബാധിക്കുകയും പലപ്പോഴും ആരാധനകളിൽ നിന്നും അറിവ് നേടുന്നതിൽ നിന്നും ശരിയായ നിലപാടുകൾ പറയുന്നതിൽ നിന്നുമൊക്കെ അത് നമ്മെ തടയുകയും ചെയ്യുന്നു. അറിയുക, ഇബ്ലീസ് ഏറ്റവും അധികം മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് ഫിത്നയുടെ കാലഘട്ടത്തിലാണ് എന്നാണ്. ഉലമാക്കൾ പറയാണ്, മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലമായി ദുർബലമാകുന്നത് എവിടെയാണോ അവിടേക്ക് ഇബ്ലീസ് അടിച്ചു കയറും. അതുകൊണ്ടാണ് മിൻ ഷർറിൽ വസ്വാസിൽ ഖന്നാസ്, ഖന്നാസിൻ്റെ വസ്വാസിൽ നിന്നാണ്. അഥവാ മനുഷ്യൻ്റെ മനസ്സ് വസ്വാസിൽ അകപ്പെടുന്ന സന്ദർഭം എപ്പോഴാണോ അവിടെ ഇബ്ലീസ് വലിയ റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ശൈത്താൻ നമ്മളിൽ ഇടപെടാതിരിക്കട്ടെ, നമ്മുടെ മനഹജിനെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, നമ്മുടെ സമയങ്ങളെ പാഴാക്കുന്നതിലേക്ക് നമ്മെ നയിക്കാതിരിക്കട്ടെ, ഇബാദത്തുകളിൽ നിന്ന് നമ്മെ തടയാതിരിക്കട്ടെ. ഉൾക്കാഴ്ചയുള്ള മുസ്ലിമീങ്ങളായി തീരുക, ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പരമാവധി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാനും അർത്ഥം മനസ്സിലാക്കുവാനുമൊക്കെ നമ്മൾ ശ്രമിക്കുക. പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക, അല്ലാത്തവരുടെ വാക്കുകളെ അവഗണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.